ഹായ്, ഞാൻ മനാൽ ഒമർ, കൈറോ യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്, MBBS സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ ഞാൻ വന്നത് എജു കോളിംഗ് ഏജൻസി വഴിയാണ്. ആക്ച്വലി ബെസ്റ്റ് ഏജൻസി എന്ന് പറയാം. കാരണം എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ കുറേ ഏജൻസിനായിട്ട് കോൾ ചെയ്തെങ്കിലും അവരിൽ നിന്ന് എനിക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ ഏജൻസികളെ മാറ്റി വിളിച്ച് കുറേ ഇതാക്കിയപ്പോഴും എൻ്റെ ബ്രദറിനും എൻ്റെ ഡാഡിയും കുറേ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് എന്തോ ഓരോരോ ഏജൻസി ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരെ കുറിച്ചിട്ട് കുറേ നെഗറ്റീവായിട്ടും കേട്ടു. അപ്പോഴാണ് ലാസ്റ്റ് നമ്മൾ വന്നപ്പോൾ സുഹൈൽ ഖാനായിട്ട് കോൺടാക്ട് ചെയ്ത്. അപ്പോൾ സുഹൈൽ ഖാ നമ്മളോട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് സൈഡ് മാത്രമല്ല, എല്ലാ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഒപ്പം പറഞ്ഞു തന്ന്. അതുപോലെ തന്നെ എനിക്ക് 12th മാർക്കിലുകൊണ്ട് തന്നെ സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞതും സുഹൈൽക്ക് തന്നെയാണ്. വേറെ ഏജൻസിനായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, ഇങ്ങനെ സ്കോളർഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനത്തെ ഒരു ചിലർക്ക് അത് അറിയില്ല. ചിലർ പറഞ്ഞ് എന്നോട് കുറച്ച് ലാക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സുഹൈൽ ഖാനോട് പറഞ്ഞപ്പോൾ സുഹൈൽ ഖാൻ പറഞ്ഞു അതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം എനിക്ക് മാർക്കുണ്ട്, അതുകൊണ്ട് തന്നെ സുഹൈൽക്ക് എല്ലാം സെറ്റാക്കി തരാം. സ്കോളർഷിപ്പിൻ്റെ A to Z എല്ലാ കാര്യത്തിലും സുഹൈൽക്ക് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ കാര്യം ക്ലിയർ ആയിട്ട് എൻ്റെ പാരൻസിനോടും എൻ്റെ ബ്രദറിനോടും എല്ലാം സുഹൈൽക്ക ക്ലിയർ ആക്കി പറഞ്ഞത്. മാത്രമല്ല ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് സുഹൈൽക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് കുറേ പേപ്പർ വർക്ക്സ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് പേടിയായി, കാരണം ഇവിടെ വന്നിട്ട് പുതിയൊരു കൺട്രി, അറബിക് ലാംഗ്വേജ് അങ്ങനെ അറിയില്ല, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഒരു പേടി നിൽക്കുമ്പോഴാണ് സുഹൈൽക്ക ഓരോ കാര്യത്തിനും, ഇപ്പോൾ മെഡിക്കൽ എടുക്കുകയാണെങ്കിലും ഇക്കാമ എല്ലാ കാര്യത്തിലും സുഹൈൽക്ക നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഓരോ ഇഷ്യൂ എൻ്റെ സ്കോളർഷിപ്പിൻ്റെ കേസിൽ തന്നെ സുഹൈൽക്ക എല്ലാ കാര്യത്തിനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഒപ്പം ഇജാസ്ക ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഇത് ഇപ്പോൾ നമ്മളെ ഈ പേപ്പർ വർക്ക്സ് മാത്രമല്ലാണ്ട് ഇപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഇഷ്യൂ പുറത്തുനിന്ന് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞങ്ങൾ സുഹൈൽ ഖാനെ കോൺടാക്ട് ചെയ്യും. സുഹൈൽക്ക് അത് ക്ലിയർ ചെയ്ത് വീണ്ടും റീചെക്ക് ചെയ്തിട്ടാണ് സുഹൈൽക്ക് എല്ലാം പോയിരുന്നത്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഒരു ഹോംലി ഫീൽ. ഇവിടെ നമ്മൾ പുറത്ത് കൺട്രി വന്നപ്പോൾ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ എനിക്ക് ഈ ഏജൻസിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇനി വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 100% സജസ്റ്റ് ചെയ്യുന്നത് ഈ ഏജൻസി വരാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. വെച്ചാൽ എല്ലാ പേപ്പർ വർക്ക്സും അവർ ഡയറക്റ്റായിട്ട് നമ്മളെ കയ്യിൽ തരും, ചില വർക്ക്സൊക്കെ. അപ്പോൾ നമ്മളത് ക്യൂ നിൽക്കേണ്ട ഒരു ആവശ്യമാണ്. അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തന്നിട്ടില്ല. മാത്രമല്ല സുഹൈൽക്കാക്ക് നമ്മളെ യൂണിറ്റ് ഭയങ്കര ഒരു ക്ലോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയാതെ നമുക്കെല്ലാം ചെയ്തു തരുന്നുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ യൂണിവേഴ്സിറ്റി. ഭയങ്കര രസമാണ് കാണാൻ. കാരണം ഇത് ഒന്നാമത് നമ്മൾ നടന്നാൽ എത്തില്ല, അത്രയ്ക്കും വാസ്റ്റാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര രസമാണ്. നമ്മളിപ്പോഴും ചില സെക്ഷൻസൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ. ഭയങ്കര രസമാണ്. പിന്നെ നമുക്കിവിടെ കുറേ ഗാർഡൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഗാർഡനിൽ പോയിട്ടിരിക്കും. അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. മാത്രമല്ല പിന്നെ നമുക്ക് പറയാനുള്ള വെച്ചത് ടീച്ചേഴ്സ് വെച്ചാൽ പ്രൊഫസേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് വല്ല ഡൗട്ടും ഒന്ന് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പേടിക്കണ്ട. നമ്മൾ ലെക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ഡോക്ടേഴ്സിനോട് ഡൗട്ട് ചോദിച്ചാൽ അവർ ക്ലിയർ ആക്കി പറഞ്ഞത്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്ക് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഓരോ സ്റ്റുഡൻസിനും ഓരോ പ്രൊഫസർ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊഫസറിനോട് ചോദിക്കും. അപ്പോൾ ആ ഡേ തന്നെ അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. അതൊക്കെ നല്ലൊരു ഇതാണ്. പിന്നെ പറയുന്നുണ്ട് അബ്രോഡ് പോയി പഠിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല, ഇന്ത്യയിൽ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അതും എനിക്ക് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഒരു പുതിയ കൺട്രിയിൽ വരുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം ചെയ്യാം, ഒറ്റയ്ക്ക് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പഠിക്കാം. പുതിയൊരു കൺട്രി, പുതിയ ലാംഗ്വേജ്, പുതിയ കൾച്ചർ, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു വീട് വിട്ട് നിന്നാലാണ് നമ്മൾ ആ സേഫ് സോൺ വിട്ടുകൊള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും നമ്മളൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളേതായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു ടൈം വെച്ച് ഫിക്സ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഒരു ടൈമിൽ നമ്മൾ കറങ്ങുന്നു, ഫ്രണ്ട്സിനായിട്ട് പോകുന്നു. ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്ത് പഠിക്കുന്നു. അതൊക്കെ ഭയങ്കര നല്ലതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മളിവിടെ ഓരോ കൺട്രീനെ ഇതാക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ്, കൾച്ചേഴ്സൊക്കെ നമ്മൾ പഠിക്കുന്നു. അതൊക്കെ ഒരു എൻ്റെ ഒരു ഏജിൽ ഇങ്ങനെയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭാഗ്യം, അങ്ങനെ ഒരു ഫീലാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കൈറോ യൂണിവേഴ്സിറ്റി ഇസ് ദി ബെസ്റ്റ് വൺ. ഭയങ്കര റാങ്കിങ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇയർ വരുന്ന സ്റ്റുഡൻസ് ആണെന്നുവെച്ചെങ്കിൽ 200 ആണ് അവരുടെ ബാച്ച് വരിക. നമ്മളിപ്പോൾ 199 ആണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കി, അത്രയും സ്റ്റുഡൻസ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്, പഠിക്കുന്നുണ്ട് ഇവിടെ കുറേ.
അതൊക്കെ ഭയങ്കര നൈസാണ്. പിന്നെ ഇവിടെ ഡിഫിക്കൽട്ടി അങ്ങനെയല്ല, നമ്മൾ എടുത്തത് പഠിക്കുക. നമ്മളിവിടെ വന്നത് പഠിക്കാനാണ്, പഠിക്കുക, ഒപ്പം നമ്മൾ എൻജോയ് ചെയ്യുക. ഇവിടെ എൻജോയ് ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട്, കാണാൻ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വേണം. ഒപ്പം നമ്മൾ പഠിക്കുകയും ചെയ്താൽ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകും. അതുമാത്രമല്ല നമ്മൾ വന്ന ഏജൻസി നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്മൂത്ത് ആയിട്ട് തോന്നിയത്. കാരണം നമ്മളെ ഭാഗത്തു നിന്നൊരു സ്ട്രെസ്സ് വന്നിട്ടില്ല. നമ്മൾ ഏജൻസിന് എല്ലാ കാര്യം ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ട് കാമായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്. അതുകൊണ്ട് തന്നെ ഞാൻ പകുതി ഹാപ്പിയാണ്. പിന്നെ നമ്മൾ പഠിക്കുക, അത് നമ്മളെ കാര്യമാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുവെച്ചെങ്കിൽ നമ്മൾ ഏജൻസിനോട് പറഞ്ഞാൽ അത് അവരപ്പോൾ തന്നെ വന്ന് ക്ലിയർ ചെയ്യും. അതൊരു 100% ഒരു ഇതുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എജു കോളിങ്ങിലൂടെ വന്നതിന്. പിന്നെ മാത്രമല്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തു. കാരണം നമ്മൾ ഓരോ പേപ്പർ വർക്ക്സിന് പോകുമ്പോഴും അവർ ഒന്നിനും നിൽക്കുന്നില്ല. അവർ ഇവിടേക്ക് പോയിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അവരില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ പേപ്പർ വർക്ക്സ് ഒക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിന് പോകുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ഏജൻസിയുടെ ലാഗായിട്ട് പോകുന്നത് എനിക്ക് ഫീലായി. അതൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സുഹേൽ ഖാൻ്റെ വൈഫ് ഇവിടെ 3rd ഇയറിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര ഹാപ്പിയായി. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ എല്ലാവരും ഉണ്ടല്ലോ. ഒരു വീണ്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയ സുഹേൽ ഖാൻ്റെ വൈഫോട് പഠിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇവിടെ വന്നത്. സോ എജു കോളിംഗ് ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ.